2024 ജനുവരി 22-ന് ഒരു മ്യൂസിക് വീഡിയോ പുറത്തു വരുന്നു. റിലീസായി നിമിഷ നേരം കൊണ്ടാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയെ ആകെ ഇളക്കി മറിച്ചത്. പറഞ്ഞു വരുന്നത് കാച്ചിസേര എന്ന ഗാനത്തിനെ പറ്റിയാണ്. സായ് അഭ്യങ്കർ എന്ന ഒരു കൊച്ചു പയ്യൻ സംഗീത സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഗാനം യൂട്യൂബിൽ നിന്ന് മാത്രം നേടിയത് 249 മില്യൺ വ്യൂസാണ്. ഇന്ന് സായ് അഭ്യങ്കർ തമിഴ് സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംഗീത സംവിധായകരിൽ ഒരാളാണ്. സൂര്യ, കാർത്തി, അല്ലു അർജുൻ തുടങ്ങി തമിഴിലെയും തെലുങ്കിലെയും മുൻനിര സൂപ്പർ താരങ്ങളുടെ സിനിമകൾക്ക് ഇന്ന് സംഗീതം നൽകുന്നതും സായിയാണ്. ഡ്യൂഡ് എന്ന പ്രദീപ് രംഗനാഥൻ ചിത്രത്തിന്റെ വിജയത്തിന് പിന്നിൽ ഈ 21 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ കൂടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ പാട്ടുകളോടും മ്യൂസിക് കമ്പോസിങ്ങിനോടും സായിക്ക് അതിയായ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ 13ാമത്തെ വയസ്സ് മുതൽ സായ് പാട്ടുകൾ കമ്പോസ് ചെയ്ത് തുടങ്ങിയിരുന്നു. മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ചെറുപ്പം മുതൽ സായ് പ്രാവീണ്യം നേടിയിരുന്നു. തബല, മൃദംഗം, പിയാനോ, ഡ്രംസ്, ഗിത്താർ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സായിക്ക് വശമുണ്ട്. ബട്ട് വാട്ട് മേക്സ് സായ് അഭ്യങ്കർ മ്യൂസിക് സോ സ്പെഷ്യൽ? സാധാരണയായി പാട്ടുകളിൽ കേട്ടുവരുന്ന കൺവെൻഷണൽ രീതികളെ സായ് തുടക്കം മുതൽ പൊളിക്കുന്നുണ്ട്. പല്ലവിയും ചരണവും അനുപല്ലവിയുമെല്ലാം പല സ്റ്റൈലുകളിലാക്കി ഒരു പാട്ടിൽ തന്നെ പല സ്വഭാവങ്ങളും ഇൻസ്ട്രുമെൻറ്റുകളും സായ് കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ഡ്യൂഡിലെ ഊരും ബ്ലഡ് എന്ന ഗാനം തന്നെ നോക്കാം. ഒരു ഗിത്താറിൻ്റെ അകമ്പടിയോടെ തുടങ്ങി അവിടെ നിന്ന് ഹോൺ എന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടെ ഒരു പക്ക ഡാൻസ് നമ്പറായിട്ടാണ് ഊരും ബ്ലഡ് ആരംഭിക്കുന്നത്. എന്നാൽ ഗാനത്തിൻ്റെ അനുപല്ലവിയിലേക്ക് എത്തുമ്പോൾ ഒരു സ്ലോ വെർഷനിൽ ആരംഭിച്ച് എൻ മൂച്ചവ പേച്ചവ എന്ന ഭാഗം എത്തുമ്പോൾ ഒരു റൊമാൻറ്റിക് മോഡിലേക്ക് ഗാനം പോകുന്നുണ്ട്. തുടർന്ന് ചരണത്തിലേക്ക് എത്തുമ്പോൾ ഫാസ്റ്റ് ബീറ്റിലേക്ക് ഗാനം പോകുന്നുമുണ്ട്. ഇത്തരത്തിൽ തുടക്കം മുതൽ തന്നെ സായ് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മലയാളത്തിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ സായിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഷെയ്നികം ചിത്രമായ ബൾട്ടിയിലെ ജാലക്കാരി എന്ന ഗാനം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത മൈലേജ് ചെറുതൊന്നുമല്ല. സിനിമയുടെ പ്രീ റിലീസ് ബിസിനസ് മുതൽ ആദ്യ ദിനം ആളെ കൂട്ടാൻ വരെ ഈ ഗാനം സഹായിച്ചു. എന്നാൽ അതിനൊപ്പം വലിയ വിമർശനങ്ങളും സായിയുടെ ഗാനത്തിന് ലഭിക്കുന്നുണ്ട്. പാട്ടിൻ്റെ മിക്സിംഗ് പോരെന്നും വരികളൊന്നും വ്യക്തമായി കേൾക്കുന്നില്ല എന്നും തരത്തിലുള്ള വിമർശനങ്ങൾ ഓരോ പാട്ടിനും ഉയർന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത പാട്ടുകൾ കൊണ്ട് തന്നെ സായി അതിന് മറുപടി നൽകുന്നു. ഉദാഹരണത്തിന് ഡ്യൂഡിലെ ഊരും ബ്ലഡ് എന്ന ഗാനം പുറത്തിറങ്ങിയ ആദ്യ നാടുകളിൽ വലിയ വിമർശനമായിരുന്നു ലഭിച്ചത്. എന്നാൽ പിന്നീട് ഗാനം ട്രെൻഡ് ആകുക എന്ന് മാത്രമല്ല, ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും വൈറലാകാൻ തുടങ്ങി. ഒരേ ടൈപ്പ് ഗാനം മാത്രമാണ് സായി ഉണ്ടാക്കുന്നതെന്ന വിമർശനത്തിനും ഡ്യൂഡ് തന്നെയാണ് മറുപടി. സിംഗാരി എന്ന അടിച്ചുപൊളി ഗാനം, നല്ലാറുപ്പോ എന്ന ഇമോഷണൽ ഗാനം, കണ്ണുകുള എന്ന സ്ലോ പേസ് ഇമോഷണൽ മിക്സ് ഗാനം, ഇത്രയും ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഡ്യൂഡിലെ ആൽബം. അവിടെയും സിനിമ മുഴുവൻ ഊറും ബ്ലഡ് മാത്രമാണ് എന്ന വിമർശനം സായിയെ തേടി എത്തിയിരുന്നു. ഒരു വെസ്റ്റേൺ സ്റ്റൈലിനെ നമ്മുടെ ഫോക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സൗണ്ടുമായി മിക്സ് ചെയ്താണ് സായിയുടെ ഓരോ ഗാനങ്ങളും പുറത്തു വരുന്നത്. അതിനായി അദ്ദേഹം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളും വ്യത്യസ്തമാണ്. ട്രംപറ്റും ഗിത്താറും സിന്തും ഹോണും തുടങ്ങി നാദസ്വരവും സാരംഗിയും ഫ്ലൂട്ടുമൊക്കെ സായിയുടെ ഗാനങ്ങളിൽ കടന്നു വരാറുണ്ട്. സൂര്യയുടെ കറുപ്പ്, കാർത്തിയുടെ മാർഷൽ, രാഘവ ലോറൻസ് നിവിൻ പോളി ടീമിൻ്റെ ബെൻസ്, അല്ലു അർജുൻ അറ്റ്ലിയുടെ ബിഗ് ബജറ്റ് ചിത്രം എന്നിവയാണ് ഇനി വരാനിരിക്കുന്ന സായിയുടെ സിനിമകൾ. വമ്പൻ പ്രതിഫലമാണ് ഈ സിനിമയ്ക്കെല്ലാം സായി കൈപ്പറ്റുന്നതെന്നും ശ്രദ്ധേയമാണ്. 2 കോടിക്ക് മുകളിലായിരുന്നു സായ് അഭ്യങ്കറിൻ്റെ ബൾട്ടിയിലെ പ്രതിഫലമെന്ന് നിർമ്മാതാവ് സന്തോഷ് ടി കുരുളുടെ വാക്കുകൾ ഞെട്ടിച്ചിരുന്നു. കാരണം ഒരു തുടക്കക്കാരന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമാകാം ഇത്. എന്തായാലും ഇനി വരാനിരിക്കുന്നത് സായിയുടെ ടൈമാണെന്ന സൂചനയാണ് ഡ്യൂഡിൻ്റെ വലിയ വിജയം സൂചിപ്പിക്കുന്നത്. താനൊരു വൺ ടൈം വണ്ടർ അല്ലെന്ന് തെളിയിച്ചെങ്കിലും സായ് അഭ്യങ്കർ എന്ന സംഗീത സംവിധായകന് ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്.